അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് നാളെ സ്ഥാനമേൽക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 സ്ഥാനാരോഹണ ചടങ്ങുകൾ. US ക്യാപിറ്റൽ മന്ദിരത്തിലെ റോട്ടണ്ട ഹാളാകും വേദി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പതിവിൽ നിന്നും വ്യത്യസ്തമായി ക്യാപിറ്റോൾ മന്ദിരത്തിലാണ് ഇത്തവണ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. സ്ഥാനാരോഹണ പരേഡും കെട്ടിടത്തിനുള്ളിലാണ് എന്നത് ഇത്തവണത്തെ പ്രത്യേകതയാണ്. മികച്ച വിജയം നേടി അമേരിക്കയെ മഹത്തരമായ രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപിന്റെ സ്ഥാനാരോഹണം. സ്ഥാനമേറ്റ ഉടൻ തന്നെ പ്രധാനപ്പെട്ട കുടിയേറ്റ വിരുദ്ധ നിയമങ്ങൾ നടപ്പാക്കുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുകയും അനധികൃത കുടിയേറ്റക്കാരുടെ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകുന്ന നിയമം റദ്ദാക്കുകയും ചെയ്യുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു. അധികാരത്തിലെത്തും മുമ്പ് ഹമസിന്റെ കസ്റ്റഡിയിൽ കഴിയുന്ന ഇസ്രയേൽ ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്ന് ട്രംപ് അന്ത്യശാസനവും നൽകിയിരുന്നു. ഇക്കാരണങ്ങളെല്ലാം തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തെ ശ്രദ്ധേയമാക്കുന്നത്. സാമ്പത്തിക രംഗത്ത് ട്രംപ് കൊണ്ടുവരാനിരിക്കുന്ന സമഗ്ര പരിഷ്കരണം ലോകം കാത്തിരിക്കുകയുമാണ്. വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ആയിരിക്കും ഭാരതത്തെ പ്രതിനിധീകരിക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.